നകുലൻ ആൻഡ് ഹിസ് വൈഫ് ഗംഗ മൂവ് ഇൻ ടു ഹിസ് ആൻസെസ്ട്രൽ മാൻഷൻ. നകുലനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗംഗയും അവരുടെ പഴയ ആ ഒരു ബംഗ്ലാവിലേക്ക് അല്ലെങ്കിൽ തറവാട്ടിലേക്ക് പോയി. മാൻഷൻ എന്ന് പറഞ്ഞാൽ ബംഗ്ലാവ്, തറവാട് എന്നൊക്കെ പറയാം. മാടമ്പള്ളി തറവാട്, അതായത് മാടമ്പള്ളി തറവാട്, തറവാടിൻ്റെ പേര് മാടമ്പള്ളി എന്നാണ്. ഇന്ന് കേരള വില്ലേജ്, കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ. ദ മാൻഷൻ ഹാസ് എ ലോക്ക്ഡ് റൂം. ആ ബംഗ്ലാവിന് ഒരു അടച്ചിട്ട റൂമുണ്ട്. നോൺ ആസ് മണിച്ചിത്രത്തായു, അത് മണിച്ചിത്രത്തായു എന്നാണ് അറിയപ്പെടുന്നത്. ഓർണൈറ്റ് ലോക്ക് ചേംബർ വിച്ച് ലോക്കൽസ് ബിലീവ് ഈസ് ഹോണ്ടഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് നാഗവല്ലി. അതിനെക്കുറിച്ച് അവിടെയുള്ള സാധാരണക്കാരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹോണ്ടഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് നാഗവല്ലി. നാഗവല്ലിയുടെ ബാധ ഏറ്റതാണ് ആ റൂമിൽ. അവിടെ നാഗവല്ലി ഒരു ഒയ്യാബാധയായിട്ടുണ്ട്. അതാരാന്ന് പറയാം. എ ഡാൻസർ, അതൊരു ഡാൻസറാണ്. ഹു വാസ് കിൽഡ് ലോങ് എഗോ, വർഷങ്ങൾക്ക് മുമ്പ് അവർ കൊല്ലപ്പെട്ടു. ബൈ ദ കിങ് ഹു ഓൺ ദ ഹൗസ്, ആ വീട്ടിലെ ഉടമസ്ഥനാൽ വർഷങ്ങൾക്ക് മുമ്പേ കൊല്ലപ്പെട്ട ഒരു നർത്തകിയാണ് ഈ നാഗവല്ലി. ഈ നാഗവല്ലിയുടെ ബാധയാണ് ആ റൂമിലുള്ളതെന്നൊക്കെയാണ് അവിടെയുള്ള സാധാരണക്കാർ വിശ്വസിച്ചിരുന്നത്. ഡിസ്പൈറ്റ് വാർണിങ്സ്, ഒരുപാട് വാർണിങ്ങുകളൊക്കെ കൊടുത്തെങ്കിലും ഗംഗാസ് ക്യൂരിയോസിറ്റി ലീഡ്സ് ഹെർ ടു ഓപ്പൺ ദ ലോക്ക്ഡ് റൂം. ഗംഗയുടെ ഒരു ക്യൂരിയോസിറ്റി, ഒരു ജിജ്ഞാസ, അറിയാനുള്ളൊരു ഭയങ്കര ആഗ്രഹം, അതെന്ത് ചെയ്തു, ആ ഡോറ് തുറക്കുന്നതിലേക്ക് അവളെ നയിച്ചു. സൂൺ, പെട്ടെന്ന് സ്ട്രേഞ്ച് ആൻഡ് ഫ്രൈറ്റനിങ് ഇവൻറ്റ്സ് ബിഗിൻ ടു ഒക്കർ ഇൻ ദ മാൻഷൻ. വളരെ വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായ പല സംഭവങ്ങളും ഉണ്ടാകാൻ തുടങ്ങി ആ ഒരു ബംഗ്ലാവിൽ. മിസ്റ്റീരിയസ് വോയിസസ്, നിഗൂഢമായ ശബ്ദങ്ങൾ. മൂവിങ് ലാംപ്സ്, വിളക്കുകളൊക്കെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് എയർ ഈസ് സിംഗിങ് അറ്റ് നൈറ്റ്, വളരെ ഭയപ്പെടുത്തുന്ന പാട്ടുകളൊക്കെ രാത്രി വരാൻ തുടങ്ങി. ഫാമിലി മെമ്പേഴ്സ് സ്റ്റാർട്ട് ടു സസ്പെക്ട് സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ്. വീട്ടിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു, സൂപ്പർ നാച്ചുറൽ ഫോഴ്സസുകൾ, അതായത് പിന്നെ വല്ല എന്താ പറയുക, യക്ഷി അല്ലെങ്കിൽ അതുപോലുള്ള സൂപ്പർ നാച്ചുറൽ ഫോഴ്സസുകൾ, കാലൻ, ഒടിയൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള സംഗതികളൊക്കെ അന്ന് സംശയിക്കാൻ തുടങ്ങി. ബട്ട് നകുലൻസ് ഫ്രണ്ട് ഡോക്ടർ സണ്ണി ജോസഫ്, പക്ഷേ നകുലൻ്റെ കൂട്ടുകാരൻ ഡോക്ടർ സണ്ണി ജോസഫ്, എ വിറ്റി, നല്ലൊരു രസികനും ആൻഡ് എ ബ്രില്യൻ സൈക്കാട്രിസ്റ്റ്, നല്ല ബുദ്ധിയുള്ളൊരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. ഈസ് കാൾഡ് ടു ഇൻവെസ്റ്റിഗേറ്റ്, അദ്ദേഹത്തെ എന്ത് ചെയ്തു, അന്വേഷിക്കാൻ വേണ്ടി ക്ഷണിച്ചു എന്താ സംഭവം എന്ന്. ഡോക്ടർ സണ്ണി ഡിസ്കവേഴ്സ്, അങ്ങനെ സണ്ണി കണ്ടെത്തുന്നു ദാറ്റ് ഗംഗ സഫേഴ്സ് ഫ്രം ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, അതായത് ഡുവൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു അസുഖം ഗംഗയ്ക്കുണ്ട്. ഒരേ സമയം ഗംഗ രണ്ടാളാവുന്നുണ്ട്. ഹെർ ഫാസിനേഷൻ വിത്ത് നാഗവല്ലീസ് ട്രാജിക് സ്റ്റോറി ഹാസ് മെയ്ഡ് ഹെർ സബ്കോൺഷ്യസ്ലി ബിലീവ് ഷീ ഈസ് നാഗവല്ലി. അതായത് നാഗവല്ലിയുടെ വളരെ ദുരന്തപൂർണമായ ആ ഒരു കഥയോടുള്ള അവളുടെ ആകർഷണം ഹാസ് മെയ്ഡ് ഹെർ സബ്കോൺഷ്യസ്ലി ബിലീവ് ഷീ ഈസ് നാഗവല്ലി. അവളുടെ ഉപബോധ മനസ്സിൽ അവളാണ് നാഗവല്ലി എന്നുള്ളൊരു വിശ്വാസം എന്ത് ചെയ്തു, സൃഷ്ടിച്ചു. സീക്കിംഗ് റിവെഞ്ച് ഓൺ ദ കിങ്സ് റീഇൻകാർണേഷൻ, ആ ഒരു രാജാവിൻ്റെ പുനർജന്മം അല്ലെങ്കിൽ രാജാവിൻ്റെ രണ്ടാമതുള്ള ജന്മത്തോടൊരു റിവെഞ്ച് എടുക്കുക എന്നുള്ള നിലയ്ക്ക്. ഹൂം ഷീ ബിലീവ്സ് ഈസ് നകുലൻ ഹിംസെൽഫ്. അപ്പോൾ രണ്ടാമത് ആ രാജാവ് ആരാണ്, രാജാവിൻ്റെ അവതാരമായിട്ടുള്ളത് നകുലൻ എന്നാണ് അവൾ വിശ്വസിക്കുന്നത്. അവിടെ നകുലനെതിരെ എന്താക്കണം, പ്രതികാരം എടുക്കണം. ഇൻ എ ഗ്രിപ്പിംഗ് ക്ലൈമാക്സ്, അങ്ങനെ ഒരു രസകരമായൊരു ക്ലൈമാക്സിൽ ഡോക്ടർ സണ്ണി ഉപയോഗിക്കുകയാണ് സൈക്കോളജി റാദർ ദാൻ എക്സോസിസം ടു ക്യൂർ ഗംഗ. എക്സോസിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഈ ചെകുത്താൻ ഒഴിപ്പിക്കുക, ബാധ ഒഴിപ്പിക്കുക, അതിനാണ് എക്സോസിസം എന്ന് പറയുക. അത്തരം മെത്തേഡിനേക്കാളും പകരമായിട്ട് സൈക്കോളജിയാണ് ഡോക്ടർ സണ്ണി ഉപയോഗിക്കുന്നത്. ഹീ സെറ്റ്സ് അപ്പ് എ ഡ്രാമാറ്റിക് ഇലൂഷൻ, ഒരു നാടകം സൃഷ്ടിക്കുകയാണ് ആര്, ഈ പറഞ്ഞ ഡോക്ടർ സണ്ണി. ദാറ്റ് സാറ്റിസ്ഫൈസ് നാഗവല്ലീസ് ഡിസയർ ഫോർ റിവെഞ്ച്. അപ്പോൾ നാഗവല്ലിയുടെ പ്രതികാരം ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹത്തെ ആ ഒരു ഇല്യൂഷനിലൂടെ എന്താക്കുകയാണ്, പൂർത്തീകരിക്കുകയാണ്. ദെർബൈ ബ്രിങ്ങിങ് ഗംഗ ബാക്ക് ടു ഹെർ റിയൽ ലൈഫ്, അങ്ങനെ ഗംഗയെ അവരുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഇത് മൂവി എല്ലാവരും കണ്ടതാണ്. ജസ്റ്റ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വേർഡ്സും വൊക്കാബ്സും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. കഥ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ.